ശരി, അടുത്ത ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ജാഫർ എടവണ്ണപ്പാറ. എൻ്റെ ചോദ്യം തെൽക്കീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പം നേരത്തെ ഉസ്താദ് ഇവിടെ തസ്ബീത്തിൻ്റെ ചില വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ വിഷയാവതരണത്തിൻ്റെ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. തെൽക്കീനെ പറ്റി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ല. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം, തെൽക്കീൻ ചൊല്ലാൻ പറഞ്ഞതായിട്ട് നിരവധി സഹാബാക്കളുടെ വസിയത്ത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എല്ലാവരും അംഗീകരിക്കുന്ന ആളാണല്ലോ. ഇവിടെ കൂടിയ ഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്നതാണ്. റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി തെൽക്കീൻ ചെല്ലൽ അനുവദനീയമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ ഇമാം നവവി ഇവരുടെയൊക്കെ അഭിപ്രായം തെൽക്കീൻ അത് മുസ്തഹബാണെന്ന്. അപ്പം എൻ്റെ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തെൽക്കീനെ പറ്റിയുള്ള വിധി എന്താണ്? അത് മുസ്തഹബാണോ ബിദ്അത്താണോ? തെൽക്കീനെ പറ്റി നിങ്ങൾ പറയുന്ന വിധി എന്താണ്? അത് മുസ്തഹബാണോ അത് ബിദ്അത്താണോ? ഒരു ചോദ്യം കൂടി ഉണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കുകയാണ്. നേരത്തെ ഉസ്താദ് ഇത്തിബാവുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞ വിഷയത്തിൽ അത് തൊപ്പിയെ പറ്റി ഇവിടെ പരാമർശിച്ചു കേട്ടു. അപ്പോൾ അതിങ്ങനെ ഒരു ആചാരമായിട്ട് ഇങ്ങനെ ചെയ്തു പോരുന്നതാണ്. ഒമാനികൾ അവരെ വേഷം കണ്ടിട്ട് അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, മറ്റുള്ള ആളുകൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും. നിരവധി മുജാഹിദ് സുഹൃത്തുക്കൾ ഇത് ഇത്തിബായിട്ടും പ്രതിഫലം കിട്ടുമെന്നുള്ള അടിസ്ഥാനത്തിൽ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇമാമു സുന്ന അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ അദാബു ശറഈയാണെന്ന് എനിക്ക് തോന്നുന്നത്, ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി നീട്ടി വളർത്തി എന്നുള്ള നിലക്ക് നമ്മൾ മുടി നീട്ടി വളർത്തുകയാണെങ്കിൽ അത് പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിന് വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്ന് തൽക്കീനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തൽക്കീൻ വിഷയത്തിൽ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒന്നും വന്നിട്ടില്ല. ഒന്ന് റിവായത്തിനെ കുറിച്ച് ദുർബലമാണ് എന്ന് പൊതുവെ പണ്ഡിതന്മാരൊക്കെ സ്വീകരിച്ച് പോന്നിട്ടുമുണ്ട്. പിന്നെ ഒന്ന് രണ്ട് സ്വഹാബിമാരെ കുറിച്ച് അവർ തങ്ങൾ മരിച്ചാൽ തങ്ങളുടെ ഖബറിന് പുറത്ത് വന്നിട്ട് ഇങ്ങനെ പിന്നെ തൽക്കീൻ നിർവഹിക്കണം എന്ന് വസിയത്ത് ചെയ്തുവെന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ ചില കിതാബിലൊക്കെ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പലതരത്തിൽ ചർച്ചകൾ അവിടെ ഗ്രന്ഥങ്ങളിൽ നിർവഹിക്കുന്നു. ആ ചർച്ചകളിൽ പലരും പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതല്ലാതെ അത് 100% പ്രമാണയോഗ്യമാണെന്നോ സ്വഹിയാണ് എന്നോ സുന്നത്താണ് എന്നോ പറയാൻ മാത്രം നമ്മുടെ കയ്യിൽ പ്രമാണങ്ങൾ അതിലൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇത് തെളിവില്ലെങ്കിലും പറ്റുമോ ഇല്ലേ, ചെയ്ത വിധി എന്താണ്, ബിദ്അത്താണോ അതല്ല കേവലം ഒരു അനുവദനീയമായി കൂട്ടാൻ പറ്റുമോ, അതിന് ഗുണമുണ്ടാകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഗ്രന്ഥങ്ങളിൽ പലതുമുണ്ട്. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പലപ്പോഴും അത് മുസ്തഹബാണെന്ന് പറയുന്നു. ഷാഫി മദ്ഹബിലെ പല പണ്ഡിതന്മാരും ഈ രണ്ട് സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ട്, ഈ സ്വഹാബിയുടെ വസിയത്തിനെ അടിസ്ഥാനമാക്കി എടുത്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. എന്നാൽ ആ റിവായത്ത് പോലും സ്വഹിയല്ല, സ്വീകാര്യമല്ല എന്ന് സൂക്ഷ്മ പഠനം നടത്തിയ ചില പണ്ഡിതന്മാർ അഭിപ്രായം രേഖപ്പെടുത്തുകയും അങ്ങനെ അത് സ്ഥിരപ്പെട്ടതല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ അത് മുസ്തഹബാണെന്ന് പറയാൻ വകുപ്പില്ല എന്നുമാണ് അല്ലാത്തവർ അത് തിരിച്ചുള്ള ന്യായവും പറയുന്നത്. ഏതായിരുന്നാലും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ആ തൽക്കീൻ തന്നെയാണോ അവരൊക്കെ ഉദ്ദേശിച്ചത്, അതല്ല തൽക്കീൻ ആ പദവുമായി ബന്ധപ്പെട്ട് മറ്റു വല്ല പ്രാർത്ഥനാ വശങ്ങളുമാണോ എന്നതൊക്കെ പഠന വിധേയമാക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലുള്ളത് യാ അബ്ദുല്ലാഹി ബിൻ റഹ്മത്തില്ല ഉദ്കുലഹദല്ലി കുന്തലിഹ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമയുടെ മകനെ നീ ദുനിയാവിൽ ജീവിച്ച ആ കരാറുകളെ നീ ഓർക്കണം എന്ന് പറഞ്ഞ് ഇലാ ജാക്കിൽ മലക്കാനി കരീമാനി അലീമാനി ഹായിയാനി മുവക്കിദാനി ബിക മുൻകറും മലക്കും അലൈഹിം അസ്സലാം വൈഖദാക വജ്ലസക വസ്അലാക മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമൻ ഇഖ്വാനുക വമൻ അഖവാതുക വമാ ഖിബ്ലതുക ഫഖുൽ ലഹും ബിലിസാനിൻ ഫസീഹിൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ തൽക്കീനാണോ അവരൊക്കെ പറഞ്ഞത്? അങ്ങനെ പറയാൻ നമുക്ക് വകുപ്പ് കാണുന്നില്ല. ഷെയ്ഖ് സാഹിബ് തിമിയുടെ കിതാബുകളിൽ തൽക്കീനുമായി ബന്ധപ്പെട്ടും തഹ്ലീലുമായി ബന്ധപ്പെട്ടും ഒക്കെ ചർച്ചകളുണ്ട്. അവിടെയൊക്കെ ഈ തൽക്കീൻ ചൊല്ലി പറയണം എന്ന് പറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ലാഹു അല്ലുണ്ടോന്ന് അറിയില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വായിച്ചിടത്തോളം അതിനെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. എന്നാൽ തൽക്കീൻ എന്ന പദപ്രയോഗം അവിടെയൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. അത് ഏത് അർത്ഥത്തിലാണ്, അവർക്കുള്ള ദുആ എന്ന അർത്ഥത്തിലാണോ അല്ലാത്താണോ എന്നൊക്കെ വീണ്ടും നമ്മൾ പഠന വിധേയമാക്കേണ്ടതാണ്. ഈ വാചകങ്ങൾ തന്നെ മരിച്ചാക്ക് വേണ്ടി ചെല്ലണം, അതിന് തെളിവുണ്ട് എന്നോ പ്രമാണമാണ് എന്നോ അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതായി ഇതുവരെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല. അല്ലാഹു അഅലം. നമുക്ക് കൂടുതൽ അത് നോക്കാവുന്നതാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. അതായത് മുസ്തഹബാണ് എന്ന് പറയാൻ നമുക്ക് തെളിവില്ലാത്ത കാലത്തോളം വകുപ്പില്ല. ഒരു കാര്യം മുസ്തഹബാകണമെങ്കിൽ
പ്രവാചകരുടെ ഒരു നടപടിക്രമം അതിൻ്റെ പിൻബലമായി തെളിവായി ഉണ്ടാകണം. സ്വഹാബത്തിൽ നിന്ന് സത്യസന്ധമായ സ്വീകാര്യോഗ്യമായ രൂപത്തിൽ അത് ഉദ്ധരിക്കപ്പെടണം. അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ഏകോപിച്ച് ഇത്തിഫാക്കായി അറിയപ്പെടാത്ത കാലത്തോളം അത് മുസ്തഹബാണെന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. പിന്നെ ഷാഫി മദ്ഹബിൽ മുസ്തഹബ് എന്ന് പറഞ്ഞു. ഈ 2 റിപ്പോർട്ടാണ് അവർ തെളിവായി കൊണ്ടുവന്നത്. അതിന് സ്വീകാര്യതയെപ്പറ്റി പണ്ഡിതന്മാർ തന്നെ വ്യത്യസ്ത വ്യത്യാസങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന സ്ഥിതിക്ക് അതുമാത്രം അടിസ്ഥാനമാക്കി അത് മുസ്തഹബ എന്ന് പറയാനും കഴിയില്ല. അല്ലാഹു അഅലം. അതാണ് പറയാനുള്ളത്. മറ്റൊന്ന് തലമുറക്കുന്ന വിഷയമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രവാചകനിൽ നിന്ന് അതിലൊരു പ്രത്യേകം ഒരു സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടില്ല. എന്നാൽ നബിയെ നമുക്ക് ഏത് വിഷയത്തിനൊക്കെ പിൻപറ്റാൻ ഞാൻ അവിടെ തന്നെ പറഞ്ഞു. ഒരാൾ ഒട്ടകപ്പുറത്ത് പോകുന്നു, കഴുതപ്പുറത്ത് പോകുന്നു, അതല്ലെങ്കിൽ ഗോതമ്പ് കഴിക്കുന്നു, അതേപോലെ ഈത്തപ്പനയുടെ ഓല കൊണ്ട് വീടുണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നമ്മോടും പിൻപറ്റാൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ, നബിതങ്ങൾ മാനുഷികമായി ചെയ്ത കാര്യങ്ങൾ, ആ നാട്ടിൻ്റെ സംസ്കാരം എന്ന നിലക്കോ അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലക്കോ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. മാനുഷികമായി ചെയ്ത കാര്യങ്ങൾ, നബിതങ്ങളുടെ വേദനകൾ, നബിതങ്ങളുടെ സങ്കടങ്ങൾ, നബിയുടെ വിഷമങ്ങൾ, നബിയുടെ സന്തോഷങ്ങൾ, ഇങ്ങനത്തെ മാനുഷികമായി ഉണ്ടായ ചില വിഷയങ്ങളുണ്ടാകാം. നബി ഇരുന്ന സ്ഥലങ്ങൾ, നബി നടന്ന സ്ഥലങ്ങൾ, അതൊക്കെ അതേപടി കണ്ടെത്തി അത് മാതൃകയാക്കി അവിടെ പോകുമ്പോൾ ഇരിക്കണം, അവിടെ പോകുമ്പോൾ നിൽക്കണം, അവിടെ പോകുമ്പോൾ ചിരിക്കണം, അങ്ങനെയൊന്നും നമുക്ക് മാതൃകയായി നമ്മോട് പിൻപറ്റാൻ ആ വക വിഷയത്തിൽ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ചില സ്വഹാബിമാർ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് അതും കൂടി ചെയ്തിട്ടുണ്ട്. അത് സ്നേഹാധിക്യം കൊണ്ട് മാത്രം. ഇബ്നു പറഞ്ഞപ്പോഴുള്ള ഒറ്റപ്പെട്ട സ്വഹാബിമാരിൽ നിന്ന് മാത്രമാണ് അങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നത്. മറ്റുള്ള സ്വഹാബിമാർ ആരും അത് ചെയ്തവരുമല്ല. നബി അങ്ങേയറ്റം സ്നേഹിച്ചത് കൊണ്ട് നബിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവർക്കും ഇഷ്ടമായി മാറുന്നു. നബി ഇരുന്ന സ്ഥലത്ത് അവരും ഇരിക്കുന്നു, നബി നടന്ന സ്ഥലത്ത് അവർ നടക്കുന്നു, നബി ചിരിച്ച സ്ഥലത്ത് അവർ ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആ ഇബ്നു പറഞ്ഞപ്പോഴുള്ള ചില 1-2 സ്വഹാബിമാരിൽ നിന്ന് മാത്രം ഉദ്ധരിക്കപ്പെടുന്നു. അത് സ്നേഹാധിക്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ആ സ്നേഹാധിക്യം കൊണ്ട് ഒരാൾ അങ്ങനെ നബിയുടെ വേഷം സ്വീകരിക്കുന്നു, നബിയുടെ ഭക്ഷണം സ്വീകരിക്കുന്നു, നബിയുടെ പോലെ വീടിൻ്റെ രീതി അയാൾ സ്വീകരിക്കുന്നു, നബി സഞ്ചരിച്ചപ്പോൾ ഒരാൾ സഞ്ചരിക്കുന്നു എങ്കിൽ ആ സ്നേഹം പ്രശംസനീയമാണ് എന്ന് പ്രത്യേകം നമ്മൾ പറഞ്ഞത് കൊണ്ടാണ്. ഇനി ഇമാം അഹ്മദ് എന്താ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലില്ല. ഇവർക്കൊക്കെ അറിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർ സൂചിപ്പിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തൽഖീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഹൃത്ത് ജാഫർ പറഞ്ഞാൽ അംഗീകരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇമാം ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അതിന് കൃത്യമായൊരു രൂപം കൊടുക്കുന്നുണ്ട്. തൽഖീനെ സംബന്ധിച്ച് ഒരു ചർച്ചയാണ്. അപ്പം അദ്ദേഹം പറയുന്നത് അത്തൽഖീനു ലിൽ മയ്യിത്തി ബഅദ ദഫ്നി ലം യസ്ബുത് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണശേഷം ആ മയ്യത്തിൻ്റെ തലക്കരിലേക്ക് ഇരുന്നു കൊണ്ട് ഖബറിന് മുകളിൽ ഇരുന്നിട്ടുള്ള ആ തൽഖീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വലാ അൻ അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്നും വന്നിട്ടില്ല. വഇന്നമാ വറദ ഫി ഹദീസിൻ മൗലൂഇൻ, പിന്നെ വന്നത് ചില ഹദീസുകളാണ്. ആ ഹദീസ് മൗലൂ ആണ്, അത് നിർമ്മിതമായ ഹദീസാണ്. റവാഹു ത്വബറാനിയു മിൻ ഹദീസി അബി ഉമാമത്തിൽ ബാഹിരി, ഒന്ന് അബു ഉമാമ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഹദീസാണ്. വഹുവ ലൈസ ബി സാബിത്തിന്, ഹദീസ് സ്ഥിരപ്പെട്ടതല്ല. വലൈസ ബി സ്വഹീഹിൻ, ഹദീസ് സ്വഹീഹുമല്ല, ബൽ ഹുവ മൗലൂഉൻ. പിന്നെ മറ്റൊന്ന് വയുർവ അൻ ജമാഅത്തിൻ മിൻ അഹ്ലി ശ്യാം ഫഅല ദാലിക, ഷാമിലുള്ള ചില ആളുകൾ അങ്ങനെ ചെയ്തു എന്നൊരു റിവായത്ത് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് വസ്സവാബു അന്നഹു ബിദ്അത്തുൻ, അതിന് യഥാർത്ഥം അതിൻ്റെ ശരി എന്താണ്? അത് ബിദ്അത്താണ്. ലാ യുശ്റഅ, ശറഅക്കപ്പെട്ടതല്ല, ശറഇൽ പ്രമാണം ഉള്ളതല്ല. വൽ മയ്യിത്തു അലാ മാ മാത അലൈഹി, മയ്യിത്ത് എന്തൊരു പ്രവർത്തനം കൊണ്ടാണോ പോയത് അതിൻ്റെ ഗുണദോഷങ്ങൾ അദ്ദേഹത്തിനുണ്ടാകും. വൈന്നമ തൽഖീനു ഖബ്ല ഖുറൂജി റൂഹി, ഇനി ചൊല്ലിക്കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ റൂഹ് പുറത്തേക്ക് പോകുന്നതിന് മുമ്പാണ് വേണ്ടത്. അതാണ് ലഖ്നു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ റിവായത്തിനെ കുറിച്ച്. എന്നൊരു ചർച്ച നടത്തിയതിനു ശേഷം അവസാനം ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് അമ്മ തൽഖീനു ബഅദ ദഫ്നി വഹുവ ബിദ്അത്തുൻ, തൽഖീന് മറവ് ചെയ്തതിനു ശേഷം അത് ബിദ്അത്ത് തന്നെയാണ്. കൗനുഹു യഖിഫു, എന്താ അതിന്റെ രൂപം? യഖിഫു ഇംദൽ ഖബരി ഇംദ റഅസിഹി, ഖബറിനരികിൽ മയ്യിത്തിന്റെ തലക്ക് ഭാഗത്ത് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു നേരത്തെ മൗലവി പറഞ്ഞതുപോലെ ഉദ്കുറു കഥ എന്നുള്ള ഒരു ചൊല്ലിക്കൊടുക്കൽ, ഓർമ്മിപ്പിക്കൽ. ഹാദാ ലാ അസ്ല ലഹു ഫി ശറഇ, അതിന് ശറഇൽ യാതൊരു അസ്ലുമില്ല, യാതൊരു അടിസ്ഥാനവുമില്ല. വഇന്നമാ ഹുവ മിൻ ഫിഅലി ബഅദിൽ ഉലമാഇ, ചില ഉലമാക്കൾ പിൽക്കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആയിരിക്കാം. ആരെ സംബന്ധിച്ചിടത്തോളം ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു പറഞ്ഞതുപോലെ ഈ ഖബറിൽ കിടക്കുന്ന ആളുടെ കൗലിൽ മാത്രമേ സ്വീകരിക്കേണ്ടതുള്ളൂ, എല്ലാം സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ പിൽക്കാലത്ത് വന്ന ആളുകൾ പലതും പറയും, അത് സ്വീകരിക്കേണ്ടതുണ്ടാവും, തള്ളേണ്ടതുമുണ്ടാവും.
അപ്പോൾ അത്രയാണ് തൽഖീൻ്റെ വിഷയത്തിൽ പറയേണ്ടതുള്ളൂ. വഇന്നമാ ഹുവ മിൻ ഫിഅലി ബഅദിൽ ഉലമാഇ, അത് ചില ഉലമാക്കളുടെ മാത്രം പ്രവർത്തനമാണ്. വലം യഫ്അലുഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ചെയ്തിട്ടില്ല. വലാ സ്വഹാബുഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും ചെയ്തിട്ടില്ല. റളിയല്ലാഹു അൻഹും വഅർളാഹും എന്നാണ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഒരു പ്രാമാണികമായി ഉണ്ട് എന്ന് സുന്നത്തെന്ന് പഠിപ്പിക്കപ്പെടാത്ത ഒരു വിഷയമാണ് തൽഖീൻ എന്നുള്ളത്. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും.